ഹലോ. കുറേ ദിവസം കൂടിയിട്ടേന്ന് കുറച്ചധികം നേരം ഉറങ്ങാൻ കിട്ടിയതാട്ടോ. സാധാരണ 2 മണി 3 മണി 4 മണി 5 മണിയൊക്കെയാണ് എൻ്റെ സമയം. ഇന്ന് ഇതിൽ നിന്നൊരു വ്യത്യസ്തം ഉണ്ടായിരുന്നു എന്ന് മാത്രം. ഇന്ന് അത്യാവശ്യം തിരക്കുള്ള ദിവസമാണ്. ഇന്നലെ വരാമെന്ന് പറഞ്ഞ ബ്രൈഡ് വന്നിട്ടില്ല. അപ്പോൾ അവരുടേത് കൊടുക്കണം. പക്ഷേ നമ്മൾ നേരത്തെ അവരുടെ ബ്ലൗസിൻ്റെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതിന് കുറച്ചും കൂടി ഒന്ന് ഷൂട്ട് ചെയ്യാനുണ്ട്. തിക്കും തിരക്കിലൊന്നും പറ്റിയില്ല. അപ്പോൾ രാവിലെ തന്നെ ആ ബ്ലൗസ് എടുത്തിട്ട് അതിൻ്റെ വിട്ടുപോയ കുറച്ച് ഭാഗങ്ങൾ വീണ്ടും വീഡിയോസൊക്കെ എടുത്തു വയ്ക്കാനുണ്ടായിരുന്നു. അതെടുത്ത് വയ്ക്കുന്ന തിരക്കിലായിരുന്നു രാവിലെ കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്തു വെച്ചു. അവർ രാവിലെ ഇന്ന് രാവിലെ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വരുമെന്ന് വിചാരിക്കണു. അവരുടെ ഒരു 3 ടോപ്പ് കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ അപ്പോൾ അത് ഇന്നലെ തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടോപ്പ് അങ്ങനെ 2 വീനക്കും 3 എയർലൈനാണ്. 2 വീനക്കും ഒരെണ്ണം കുറച്ചൊരു ഡിഫറെൻ്റ് നിൽക്കും. ബോട്ട് നെക്കിലൊരു ഫ്രണ്ടിലൊരു ഓപ്പണൊക്കെ വന്നിട്ട് പിന്നെ സ്ലീവിനൊരു കെട്ടൊക്കെ കൊടുത്തിട്ടായിരുന്നു. സ്റ്റിച്ച് ചെയ്തിട്ടതേ ഉള്ളൂ കേട്ടോ. ഞാൻ അതിനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റൂമൊക്കെ ആകെ അൽക്കുലത്തായിട്ടാണ് കിടക്കണേ. ഒക്കെ വലിച്ചു വരിട്ടേക്കുക. ഒന്നും നേരില്ല. പൂരത്തിൻ്റെ തിരക്കുകളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വർക്കിൻ്റെ തിരക്കിലേക്ക് പോയി. പിന്നെ നമ്മുടെ ബ്രൈഡിൻ്റെ ബ്ലൗസ് ഞാൻ വിചാരിച്ചു ബോക്സിലാക്കി വെക്കാം. അവർ വരുമ്പോൾ രാവിലെ 9 മണിയൊക്കെ ആകുമ്പോൾ വരുന്നതാണ് പറഞ്ഞത്. അപ്പം അന്നത് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ വരുന്ന സമയത്ത് തിക്കും തിരക്കും പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ബോക്സ് നമ്മളുടെ പേരിൽ ബോക്സ് ചെയ്യണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ആയിരുന്നു. പക്ഷെ നിലവിലത്തെ സാമ്പത്തിക സ്ഥിതിയും സാഹചര്യങ്ങളും തന്നെ അനുവദിക്കാത്തത് കൊണ്ട് നമ്മളെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റൈൽസിൽ പോയിട്ട് അവിടുത്തെ ബോക്സുകൾ കിട്ടില്ലോ. അപ്പം നമുക്ക് ആവശ്യമുള്ളൊരു സൈസ് നോക്കിയിട്ട് എടുത്തിട്ട് വരിക ചെയ്യുക. പക്ഷേ ഈ ബ്ലൗസിന് ബോക്സ് എടുത്ത സമയത്ത് ബോക്സിൻ്റെ വലുപ്പം കുറച്ച് പ്രശ്നമായി. അതായത് നീളം കുറവാണ്. പക്ഷെ നല്ല കുഴിയുണ്ട്, നീളവും വീതിയുണ്ട്. പക്ഷെ നീളം കുറവാണ്. നമുക്ക് ബ്ലൗസ് അങ്ങനെ നീളത്തിൽ വയ്ക്കാൻ പറ്റില്ല. അപ്പം ഞാനതൊന്നും കൂടി ബ്ലൗസിനെ ഒന്നും കൂടി ഒന്ന് ചെറുതാക്കി മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അങ്ങനെ അവസാനം ഞാൻ സെറ്റാക്കി എടുത്തു കേട്ടോ. അത് അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി ചെറുതായിട്ടൊക്കെ മടക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നു. ചെറിയൊരു ഇതുണ്ട്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ നമ്മളെപ്പോഴും ബ്രൈഡിൻ്റെ ഇത് കൊടുക്കുന്ന സമയത്ത് അവരുടെ 2 പേരുടെയും പേര് എഴുതിയിട്ട് ഒരു വിഷസൊക്കെ വെച്ചിട്ടുള്ളൊരു കാർഡും പ്ലസ് നമ്മുടെ പേരിലുള്ള ഒരു താങ്ക്സ് കാർഡും വെക്കും കേട്ടോ. അത് ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്ത് വെക്കാറ്. എഡിറ്റ് ചെയ്തിട്ട് പുറത്ത് പോയി നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് വെക്കുക ചെയ്യുക. ബില്ല് പിന്നെ ഞാൻ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്നും കൂടി ചെക്ക് ചെയ്യുമായിരുന്നു അതിന് എന്തെങ്കിലുമൊക്കെ കറക്ഷൻ ഉണ്ടോ, എന്തെങ്കിലും എഴുതിയത് മിസ്സിങ് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലിയർ ആക്കി വെച്ചു. അവർ വരുന്ന സമയത്ത് എനിക്ക് ചിലപ്പം ബില്ലൊന്നും കറക്റ്റ് എഴുതാൻ പറ്റുന്ന വരില്ല. ഞാൻ അതുകൊണ്ട് ഇപ്പോഴും കസ്റ്റമർ വരുന്നതിന് മുന്നേ ബില്ല് എഴുതി വയ്ക്കും. പിന്നെ ചെയ്യാനുണ്ടായിരുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ടോപ്പുകൾ അയൺ ചെയ്യാനായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അത് 3 എടുത്ത് അയൺ ചെയ്ത് അതോട് സെറ്റാക്കി വെക്കാമെന്ന്. അപ്പോൾ അത് 3 എടുത്തു, അയൺ ചെയ്തു. അതങ്ങനെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചു. പിന്നെ ഉണ്ടായിരുന്നത് ഇതാട്ടോ. ഇത് വൈകുന്നേരം ആയപ്പോഴത്തേക്കാണ് കഴിഞ്ഞത് വർക്കൊക്കെ. ഇതും ആ ബ്രൈഡിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. ബ്രൈഡിൻ്റെ അല്ല, ആളുടെ കസിൻ്റെയാണ്. അപ്പം ഞാൻ അതിൻ്റെ വർക്കൊക്കെ നോക്കുമായിരുന്നു. സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് തിരക്ക് പിടിച്ച് ചെയ്തുകൊണ്ട് അതൊന്നും നോക്കാനുള്ള നേരം കിട്ടിയില്ല. അവളെന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ട് തന്നപ്പോൾ തന്നെ ഞാൻ വേഗം എടുത്ത് സ്റ്റിച്ച് ചെയ്തില്ല. സമയം ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ തിരക്ക് പിടിച്ച് ചെയ്തത് കൊണ്ട് അതിൻ്റെ ബാക്കിയുള്ള ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നും കൂടി ക്രോസ് സ്റ്റിക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ഞാൻ അയൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ അയൺ ചെയ്യലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ വീണ്ടും അവിടെ ഹാങ്ങറിൽ ചെയ്തിട്ട് അവരൊരു 5 മണിക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഇതാക്കി 5 മണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇതോടുകൂടി ഏകദേശം ഇന്ന് കൊടുക്കാനുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞു കേട്ടോ. കുറച്ച് ടെൻഷൻ അടിച്ചും തല്ലിപ്പടഞ്ഞാണെങ്കിൽ ഒരുവിധമൊക്കെ ഫിനിഷ് ചെയ്തു. ഇനി നാളത്തേക്കുള്ളതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.